ഒരു മനുഷ്യൻ ഏകദേശം 80 വർഷം ജീവിക്കുന്നു. 29,200 ദിവസം. ദാറ്റ് മീൻസ് 7,800,000 മണിക്കൂർ. ഇതിൽ 33 വർഷത്തോളം നമ്മൾ ഉറങ്ങി തീർക്കുന്നു. 13 വർഷം നമ്മുടെ ജോലികൾക്കായി നീക്കിവെക്കുന്നു. 11.5 വർഷം TV കാണുകയോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയോ ചെയ്യുന്നു. 4.5 വർഷം കഴിക്കാൻ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെ പോകുന്നു കണക്കുകൾ. പലവിധ അസുഖങ്ങളാൽ ആശുപത്രി കയറി ഇറങ്ങുന്ന ദിവസങ്ങളും കുറവല്ല. ചെറിയ ജലദോഷപ്പനിക്ക് വരെ ഡോക്ടറെ കണ്ടില്ലെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഈ ജീവിതകാലത്തിൻ്റെ ഇടയിൽ എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്? ഓഫ് കോഴ്സ്, നല്ല ഉറക്കം കിട്ടുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതുമെല്ലാം നമ്മുടെ മൈൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ബിസി ലൈഫ് സ്റ്റൈലിൽ എത്ര ശതമാനം ആളുകൾ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ അവൻ മരിക്കുന്നത് വരെ വളരെ വിജിലൻ്റായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അവൻ്റെ മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾക്കറിയോ, അറ്റ് പ്രസൻറ്റ് നിയർലി 300 മെൻ്റൽ ഡിസോർഡേഴ്സ് എങ്കിലും ഉണ്ടാവും. ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് തുടങ്ങി സ്കിസോഫ്രീനിയ വരെ നീളുന്നു ഈ അസുഖങ്ങൾ. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ചിലത് ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരു സാധാരണ മനുഷ്യന് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ല എന്നതാണ് വാസ്തവം. ഒരു കുട്ടി എഴുതാൻ പഠിക്കുമ്പോൾ എത്ര തിരുത്തി പറഞ്ഞു കൊടുത്താലും അവൻ ലെറ്റേഴ്സ് തല തിരിച്ച് തന്നെയേ എഴുതൂ, അല്ലെങ്കിൽ തല തിരിച്ച് തന്നെയേ വായിക്കാൻ അറിയില്ല. എന്നാണെങ്കിൽ എത്ര അമ്മമാരും ടീച്ചേഴ്സും അവന് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് തിരിച്ചറിയുകയും ആ കുട്ടിക്ക് വേണ്ടുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും? 100-ൽ ഒരു 5-10 പേർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരോ ആ കൊച്ചിനെ അടിച്ചും വഴക്കു പറഞ്ഞും ഒച്ച വെച്ചും അതിൻ്റെ ജീവിതത്തെ നശിപ്പിക്കും. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഒരു പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞൊരു പ്രസവം കൂടി കഴിഞ്ഞു വരുമ്പോൾ അവൾ കാണിക്കുന്ന ബിഹേവിയറൽ ചേഞ്ചസ്, എത്ര ഭർത്താക്കന്മാരും അമ്മായിമ്മമാരും അത് അവളുടെ പ്രസവാനന്തര ഡിപ്രഷൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാ ഈ പെടക്കണേ അവള്? ലോകത്തിൽ ആരും പ്രസവിക്കണില്ല, ഇവൾക്ക് മാത്രം എന്താ ഇത്ര ചാട്ടം? ഞാനും 2-3 എണ്ണത്തിന് പ്രസവിച്ചതല്ലേ എന്ന് തുടങ്ങുന്നു എല്ലാം അറിയുന്നവരുടെ ഭാവങ്ങൾ. പ്രായമായവരിൽ പ്രത്യേകിച്ചും ജീവിത പങ്കാളി മരിച്ചു പോയവരാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഡിമെൻഷ്യ, ഓർമ്മക്കുറവും ഡിപ്രഷനുമെല്ലാം എത്ര മക്കളും മരുമക്കളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും വരെ ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവരവരുടെ മാനസികാരോഗ്യവും. എൻ്റെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ പനി വരുമ്പോൾ ഫിസിഷ്യനെ കാണുന്നത് പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഭ്രാന്തുള്ളവരാണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് എന്നുള്ള സ്റ്റിഗ്മ ഉള്ളത്. വികസിത രാജ്യങ്ങളിൽ അതൊരു സംസ്കാരമായി പിന്തുടർന്നു പോരുന്നു. അതുകൊണ്ട് തന്നെ സൂയിസൈഡൽ റേറ്റ്സും ഒക്കെ അവിടെ കുറവും ഹാപ്പിനെസ് റേറ്റ് കൂടുതലുമായിരിക്കും. ഇവിടെ ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയി ആചരിക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു സംസ്കാരം നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. മാനസികാരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. പരസ്പരം കൈത്താങ്ങായി നിങ്ങളെ സഹായിക്കാൻ നിരവധി മാനസികാരോഗ്യ പ്രവർത്തകർ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ സഹായം ചോദിച്ചു വാങ്ങുക. പണത്തിനും പ്രശസ്തിക്കും വിജയങ്ങൾക്കും വേണ്ടി മാത്രം അധ്വാനിക്കുന്ന പുതിയ തലമുറ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവരാവട്ടെ. NSSൻ്റെ തീം സോങ് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേക്ക് പാടാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. ഒരു വരി മാറ്റി പാടുന്നുണ്ട്, ക്ഷമിക്കണേ. മനസ്സ് നന്നാവട്ടെ, ഏതു മനുഷ്യനുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സ് നന്നാവട്ടെ. I wish you a good mental health to each every one of you. Thank you.